നമ്മളിങ്ങനെ ഈ ടോക്സിക്കായ ആളുകളുടെ കൂടെ നടക്കരുത്, ഇരിക്കരുത്, ഇടപഴകരുത് എന്നൊക്കെ പറയൂലേ. അന്നേരം നമ്മൾ വിചാരിക്കും ഓക്കെ, എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എല്ലാ ടോക്സിക്കായ ആളുകളിലും ഒഴിവാക്കും എന്നുള്ളത്. നമുക്കത് പറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളൊരു വിചാരമുണ്ട്, ഈ ടോക്സിക്കായവരെന്ന് പറയുമ്പോൾ അവർ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവരെപ്പോഴും ബഹളമായിരിക്കും, അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടായിരിക്കും, നെഗറ്റിവിറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് അവരെ ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമാണ് നമുക്ക്. എന്നുവെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന്, ഓക്കെ ഇതിൻ്റെ അടുത്തുനിന്ന് വേഗം പോവുക നല്ലത് എന്നുള്ളത്. പക്ഷെ ചില ടൈപ്പ് ഓഫ് ആളുകളുണ്ടായിരിക്കും, അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ടോക്സിക് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, വളരെ നല്ല വാക്കുകളും നല്ല സ്നേഹമൊക്കെ കാണിച്ചുകൊണ്ട് അവർ നമ്മളടുത്ത് എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുമെങ്കിൽ കൂടി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളറിയാതെ ഇങ്ങനെ നെഗറ്റിവിറ്റി കയറ്റി വിട്ടുകൊണ്ടേയിരിക്കും. നമ്മളറിയാതെ നമ്മളതിങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് നമ്മളെല്ലാ കാര്യങ്ങളിൽ നിന്നും പിടിച്ച് വലിച്ച് താഴെ ഇടുന്നൊരു ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അവരെ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവർ ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നതായി നമുക്ക് തോന്നും, ഇടപഴകുന്നതായി നമുക്ക് തോന്നും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളങ്ങ് നശിച്ച് എടങ്ങേറായി പോകും. നമുക്കറിയാൻ പറ്റില്ല ഇതാണ് സംഭവം എന്നുള്ളത്, നമ്മൾ തിരിച്ചറിയൂല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഈ ആൾ നല്ലതാണ്, നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കരുത്തുണ്ടാവും എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും അവർ നമ്മളെ ധരിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു പോയിന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യും ഇതാണ് എൻ്റെ പ്രശ്നം എന്ന്. നമ്മളുടെ ഏത് രീതിയിലുള്ള നമുക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് എടുക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. നമുക്ക് ഉറക്കമുണ്ടാവില്ല, നമ്മളുടെ ഉള്ള സ്ട്രെസ്സിൻ്റെ ഒരു 4 ഇരട്ടി ഇവർ കൂടുന്നത് നമുക്ക് ഇട്ട് തരും. നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാവും, നമ്മൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആവും. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചറിയില്ല എന്നുള്ളതാണ്. ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരാണ് നമ്മുടെ പ്രശ്നം എന്ന്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടൂല. ഇരുന്ന് ആലോചിക്കുക വേണം ആക്ച്വലി എന്താണ് എൻ്റെ പ്രശ്നം, ആരാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാവും. അപ്പം 1, 2, 3 മുഖങ്ങൾ അങ്ങനെ തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിച്ച് സംസാരിച്ച് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞിട്ട് നമുക്കിടയിലേക്ക് ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത് തരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഒന്ന് ചുറ്റുഭാഗത്തൊക്കെ കണ്ണോടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വേഗം ചവിട്ടി പുറത്താക്കിക്കോളിട്ടോ.